ഹലോ നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. നമ്മളുടെ ഓണമൊക്കെ പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ് അവിയൽ. പ്രാദേശികമായിട്ട് പല രീതിയിലാണ് അവിയൽ തയ്യാറാക്കുന്നത്. ഇത് ഇപ്പോൾ സദ്യയിൽ ഞങ്ങളുടെ പ്രദേശത്ത്, എൻ്റെ വീട് എറണാകുളത്താണ്, അവിടെയൊക്കെ ഞാൻ സാധാരണ ഈ ഒരു രീതിയിലാണ് അവിയൽ കാണാറ്. അപ്പോൾ ആ ഒരു റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അവിയൽ തയ്യാറാക്കാനായിട്ട് നമ്മൾ എല്ലാ പച്ചക്കറികളും നീളത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത്. നമ്മളുടെ ചോയ്സും അവൈലബിലിറ്റി അനുസരിച്ച് പച്ചക്കറികൾ എടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് ക്യാരറ്റ്, പടവലങ്ങ, പച്ചക്കായ, ബീൻസ്, കുമ്പളങ്ങ, ചേന, മുരിങ്ങക്കോല്, വെള്ളരിക്ക. ഇതിൻ്റെ ക്വാണ്ടിറ്റിയും നമ്മളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. പിന്നെ ഒരു 10 കുഞ്ഞുള്ളിയും ഒരു 4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. എല്ലാ കഷ്ണങ്ങളും കഴിവതും ഒരേ നീളത്തിലും ഒരേ വണ്ണത്തിലും അരിയാൻ നോക്കാം. ഇനി നമുക്ക് കഷ്ണങ്ങൾ വേവിച്ചെടുക്കാം. കഷ്ണങ്ങൾ ഞാനിവിടെ വെള്ളത്തിലാണ് വേവിക്കുന്നത്. പ്രാദേശികമായിട്ട് എപ്പോഴും പലയിടത്തും പല പോലെയാണ് സദ്യ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ സദ്യ വിഭവങ്ങൾക്കും ആ മാറ്റം ഉണ്ടാവും. അപ്പോൾ ഞാനിത് വെള്ളത്തിൽ വേവിച്ചാണ് എടുക്കുന്നത്. ചിലർ മൊത്തത്തിൽ വെളിച്ചെണ്ണയിൽ തന്നെ വേവിച്ചെടുക്കും. ഞാനപ്പോൾ കഷ്ണങ്ങളെല്ലാം ഒരു പാനിലേക്ക് ഇട്ടിട്ട് അതിലേക്കൊരു 1/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം ചേർക്കരുത്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കഷ്ണങ്ങളിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ചെറിയ തീയിൽ വെച്ച് വേണം വേവിക്കാൻ, അല്ലെങ്കിൽ കഷ്ണങ്ങൾ നല്ലപോലെ വേവത്തിലങ്ങ് ഉടഞ്ഞ പോലെയാവും വെള്ളരിക്കയൊക്കെ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് കറിവേപ്പില. എൻ്റെ കയ്യിൽ ഇല്ലാതാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കാം എന്നാണ്. ഇനി നമുക്ക് അവിയലിന് വേണ്ട അരപ്പ് ഉണ്ടാക്കണം. അതിനായിട്ട് 1/2 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒരുപാട് അങ്ങോട്ട് അരഞ്ഞ അരപ്പല്ല അവിയൽ, ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുകയുള്ളൂ. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ള് കാശ്മീരി ചില്ലി പൗഡർ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒരു കളർ കിട്ടാനാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി, അത് ചിലരിടും ചിലരിടില്ല, ഞാൻ ഇടാറുണ്ട്. അപ്പോൾ ഇതാ നമ്മളുടെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ കണ്ടില്ലേ, ആ വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ വെന്ത് തുടങ്ങിയിട്ടുള്ളൂ, മൊത്തത്തിൽ വെന്ത് തീർന്നിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ എടുത്തു വെച്ചിരുന്ന കുഞ്ഞുള്ളിയും പച്ചമുളകും കൂടി നല്ലതുപോലെ ഒന്ന് ചതയ്ക്കണം. അരയ്ക്കേണ്ട, ചതച്ചെടുത്താൽ മതി. നല്ലപോലെ ചതച്ചെടുത്തിട്ട് അത് ഈ കഷ്ണങ്ങളുടെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം. ഇപ്പോൾ അത് മിക്സ് ചെയ്യേണ്ട. ഈ ആവി തട്ടി ആ കുഞ്ഞുള്ളിയുടെ ആ ഒരു ഇതൊക്കെ താഴത്തേക്ക് ഇറങ്ങിയ ശേഷം മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരു നല്ല മണം കിട്ടുന്നത് അവിയലിന്. അപ്പോൾ ഇതാ നമ്മളുടെ കുഞ്ഞുള്ളി ഓൾമോസ്റ്റ് നല്ലപോലെ കണ്ടില്ലേ വാടി വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കഷ്ണങ്ങളൊക്കെ ആവശ്യത്തിന് വേവിച്ചെടുക്കാം. ചിലർക്ക് കഷ്ണങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്കൊന്ന് വെന്തുടയുന്നതായിരിക്കും ഇഷ്ടം. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ഇതാ കഷ്ണങ്ങളൊക്കെ ഞങ്ങളുടെ നല്ലൊരു പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ പച്ചക്കറികളൊക്കെ ആവശ്യത്തിന് വന്ന ശേഷം ഒരു നാരങ്ങ വട്ടത്തിൽ പിഴുപുളി, വാളംപുളി എന്നൊക്കെ പറയുന്ന പുളി എടുത്തിട്ടുണ്ട്. അതൊന്ന് വെള്ളത്തിൽ കുതിർത്തിട്ട് ആ പുളി വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. ഇത് ആദ്യമേ തന്നെ കുതിർത്ത് വെക്കണം. ഇതിന് പകരം നമ്മൾക്ക് പച്ചമാങ്ങയോ അല്ലെങ്കിൽ പുളിയുള്ള തൈരോ ചേർത്ത് കൊടുക്കുക. തൈര് ചേർക്കുന്നതാണ് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടം. പക്ഷേ പുളിയുള്ള തൈര് എൻ്റെ കയ്യിൽ ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഞാൻ വാളംപുളി ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കുക. എല്ലാവർക്കും അറിയാവുന്നത് തന്നെയായിരിക്കും അവിയൽ ഉണ്ടാക്കാൻ, പക്ഷേ പല പ്രദേശങ്ങളിലും പല പോലെയാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങൾ പൊതുവെ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. സദ്യയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അവിയൽ ഉണ്ടാക്കുന്നത് അപൂർവമാണ്. വെളിച്ചെണ്ണയിൽ പച്ചക്കറികൾ വേവിച്ച്, പക്ഷേ ആ അവിയലിന് നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഇത് ആ അരപ്പൊന്ന് ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക, വെളുത്തുള്ളിയുടെയും ജീരകത്തിൻ്റെയൊക്കെ പച്ചച്ചോവയൊന്ന് പോകാനായിട്ട്. അപ്പോൾ അവിയലിൻ്റെ തീ ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1-2 ടേബിൾ സ്പൂൺ പച്ച തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നല്ലൊരു ടേസ്റ്റ് തരും നമ്മളുടെ അവിയലിന്. അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുക. അത്രയേ ഉള്ളൂ, നമ്മളുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതാണ് സദ്യ സ്പെഷ്യൽ ഞങ്ങളുടെ പ്രദേശത്ത് ഉണ്ടാക്കുന്ന അവിയൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസും ഒക്കെ കമൻറ്റ്സിൽ കൂടി അറിയിക്കുക. അതുപോലെ തന്നെ എപ്പോഴും പറയുന്ന പോലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി